പൊതുവഴി തടഞ്ഞുള്ള പൊതുപരിപാടിക്കെതിരായ കോടതി അലക്ഷ്യ നടപടിയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹൈക്കോടതിയിൽ ഹാജരായി. 3 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് എം വി ഗോവിന്ദൻ അറിയിച്ചു. റോഡ് അടച്ചുള്ള പരിപാടികൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന് പോലീസ് മേധാവി അധിക സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. വിവരങ്ങൾ ലിഡിയ, എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? പൊതുവഴി അടച്ചുള്ള സിപിഎം സമ്മേളനത്തിൽ എം വി ഗോവിന്ദനോട് നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, പൊതുവഴി അടച്ചുള്ള സമരങ്ങളിലും ഒപ്പം ഈ സമ്മേളനങ്ങളുമൊക്കെ നടത്തിയതിൽ കോൺഗ്രസ് നേതാക്കളോടും അതുപോലെ തന്നെ സിപിഎം സിപിഐ നേതാക്കളോടുമൊക്കെ കഴിഞ്ഞ ദിവസം കോടതി ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. അതിനെ തുടർന്ന് ഈ കടകംപള്ളി സുരേന്ദ്രനൊപ്പം പന്ന്യൻ രവീന്ദ്രൻ ഒപ്പം അത്തരത്തിൽ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ ആണെങ്കിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, TJ വിനോദ് MLA അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നു. CPM ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ കോടതിയിൽ ഹാജരാകാനാവില്ല, കഴിഞ്ഞ ദിവസം ഹാജരാകാനാവില്ല എന്നാണ് എം വി ഗോവിന്ദൻ അറിയിച്ചിരുന്നത്. അതിനെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത്. നിലവിൽ എം വി ഗോവിന്ദൻ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 3 കേസ് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് മേധാവി ഒരു അധിക സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ കോടതി അറിയിച്ചിരുന്നു. അതിനെ തുടർന്ന് പോലീസ് മേധാവി ഒരു അധിക സത്യവാങ്മൂലം വരുന്ന ദിവസം കേസ് പരിഗണിക്കുമ്പോൾ സമർപ്പിക്കും.